അല്ല, പവിത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ല, വേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണല്ലോ. കൂടെ തന്നെ അവിടുത്തെ ഒരു ഭാര്യ രാധിക എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പം വേദയ്ക്ക് ആ ഒരു സഹായത്തിന് അവരുടെ അമ്മയും വലിയ സ്നേഹവും കാര്യമൊക്കെ ആയിട്ടാണ് അങ്ങനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീകാന്ത് ഇങ്ങനെ അറിയുന്നുണ്ട് ഇവിടെ വേദ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് എന്ന്, അതുപോലെ അഡ്മിറ്റ് ആയിരിക്കുകയാണെന്നും. അങ്ങനെ അവിടുന്ന് ആ ഒരു കൂട്ടം ആളുകളെ തിരക്കി വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങനെ വേദ നിൽക്കുകയാണ്. അതുപോലെ തന്നെ പിന്നീട് ഇതുപോലെ വേദയെ അന്വേഷിച്ച് അവിടെ ശ്രീകാന്ത് ആളിനെ വിട്ടിട്ടുണ്ട്. എന്നിട്ട് ആംബുലൻസ് ഡ്രൈവർ എടുത്ത് തിരക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ട് അപ്പോഴേക്കും അതിന് മുന്നേ തന്നെ വേദയുടെ പേര് ആ ഒരു ഹോസ്പിറ്റൽ ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു പേരാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവരിങ്ങനൊരു പേരിൽ ഇവിടെ ആളില്ലയെന്ന് പറയുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു പേര് മാറിയിട്ടുണ്ട്, അതുകൂടി പറയുന്നുണ്ട്. അപ്പോൾ അവർ ഫോട്ടോ കാണിക്കുകയാണ്. ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്നു, ഈ ഒരു കുട്ടിയാണ്, ഇവിടെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അറിയിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അയാൾ പറയുന്നു, എനിക്ക് ഇതുപോലെ ഈ ഒരു വാർഡിലോട്ട്, പ്രഗ്നൻസി വാർഡിലോട്ട്, അവിടെ ഡെലിവറിക്ക് അവിടെ അങ്ങോട്ട് കയറാൻ പറ്റില്ല, കാരണം ഞാൻ ആംബുലൻസ് ഡ്രൈവറാണല്ലോ. പിന്നെ എന്തെങ്കിലും കാണുമല്ലോ ഇവരും അറിയിക്കാം, അല്ലെങ്കിൽ എനിക്ക് കൂടി വിഷയമാവും, ഇവിടേക്ക് ക്യാമറ ഉള്ളതാണ്, എൻ്റെ ഇവിടെ ജോലിക്ക് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും. ഈ ഒരു സംസാരം വേദ കേൾക്കുന്നൂടിയുണ്ട്. അങ്ങനെ വേദ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ്. അതിനിടയിൽ നാട്ടിൽ വിക്രത്തിൻ്റെ അമ്മ കമല ആകെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അങ്ങനെ വിക്രത്തിനെ കാണണമെന്ന് വലിയ ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വിക്രത്തെ കണ്ടതിന് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആവുന്നത് കൂടി നേരത്തെ. അപ്പോൾ ഒരുപാട് ടെൻഷനും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞ് ആകെ ഒരു മാനസിക നില തെറ്റിയ രീതിയിലായിരുന്നു. അങ്ങനെ മാഷും ആകെ വിഷമത്തിലാണ്. അപ്പോൾ വിശ്വം വന്നിട്ട് ഇതുപോലെ വിശ്വത്തിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ അവിടെ ഉള്ളിൽ നിന്ന് വന്നിട്ട് പറയുന്നുണ്ട്, അറിയിക്കേണ്ടതിനൊക്കെ അറിയിച്ചു, അതിൻ്റെ അവസ്ഥ ഇച്ചിരി മോശമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആകെ വിഷമത്തിലാണ്. അപ്പോൾ പറയുന്നുണ്ട്, വിക്രത്തെ വിവരം അറിയിക്കേണ്ട വെച്ചാൽ അവൻ നമുക്കൊന്ന് കാണണ്ടേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ശ്രീജ അകത്ത് കയറി കാണും. ഭയങ്കര നിലവിളിയും സങ്കടത്തിലൊക്കെയാണ് ഇറങ്ങി വരുന്നത്. ഇത് കാണുമ്പോൾ നന്ദിനി പറയുന്നത്, അവളുടെ അഭിനയം കണ്ടില്ലേ, ഇത്രയും അഭിനയം മറ്റാരും ഇല്ല, ഞാനും ഒരു മരുമകളാണ്, പക്ഷേ എന്നെ ആരും പരിഗണിക്കുന്നില്ല. അതിൽ കയ്യിലിരിപ്പ് കൊണ്ടാണ് സംസാരം. എന്നിട്ട് അവിടെ നിന്ന് മോശമായിട്ടൊക്കെ സംസാരിക്കുന്ന മാഷ് ഒരുപാട് ദേഷിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം എനിക്കും കാണണം, ഞാനും ഒരു മരുമകളെന്നുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ അകത്തേക്ക് കയറുവാണ്. കയറിയിട്ട് അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പാവമായ ഒരു അമ്മായിയമ്മ കിട്ടില്ല, വേദന എടുക്കാതെ ഈ പാവത്തിനെ അങ്ങോട്ടൊക്കെ വിളിക്കണേ എന്നൊക്കെയുള്ള രീതിയിലാണ് മനസ്സിൽ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നന്ദിനി പുറത്തേക്കും ചില മോശമായിട്ടുള്ള സംസാരങ്ങൾ പറയുന്ന സമയത്ത് ആ ഒരു സമയത്ത് തന്നെ കമലയ്ക്ക് ആകെ ആ ഒരു ഫിക്സ് പോലെ വന്ന് ഭയങ്കര വിഷയമാവുകയാണ്. അപ്പോഴേക്കും നഴ്സ് ഓടി വരുന്നു, വന്ന് ഡോക്ടറെയൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെയൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വിക്രം ജയിലിലാണെങ്കിൽ വളരെ ശാന്തമായിട്ട് ആർക്കും ഒരു ദ്രോഹവും ഇല്ലാതെ അങ്ങനെ പോവുമായിരുന്നു. പക്ഷേ അവിടെയും ചില ആൾക്കാർ മനഃപൂർവ്വം വിക്രത്തെ ദ്രോഹിക്കുവാനായിട്ട് ഓരോന്ന് പറയുകയും, അതുപോലെ ജയിലർക്ക് എന്താണ് ഇവനോട് ഇത്ര പ്രത്യേക താല്പര്യം, വാത്സല്യം എന്നൊക്കെ ചോദിച്ചിട്ട് വിക്രത്തെ ദേഷ്യം പിടിപ്പിക്കും. അങ്ങനെ അവർ തമ്മിൽ തല്ലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിക്രം പിന്നെ വിട്ടുകൊടുക്കുന്നില്ല, ശരിക്കങ്ങ് പെരുമാറുകയാണ്. ഒന്നാമതാകെ ടെൻഷനിലിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ശങ്കരനാരായണനെ സാറിനെ ഇതുപോലെ മാഷ് വിളിക്കുകയും, ഇതുപോലെ എങ്ങനെയെങ്കിലും വിക്രത്തെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന് അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു ചാൻസ് റിക്വസ്റ്റ് പറയുകയാണ്. അങ്ങനെ സാർ പറഞ്ഞിട്ടുണ്ട്, അവിടെ വിളിച്ച് പറഞ്ഞേക്കുകയാണ്. അവർ ആ ഒരു സമ്മതം റെഡിയാക്കി കൊടുക്കാം, പുറത്തേക്ക് പോയിട്ടിരുത്തുണ്ട് സാറ് പറയുന്നു. പിന്നെ മാഷാണെങ്കിൽ ആകെ ഇങ്ങനെ നിയന്ത്രണം വിട്ടിട്ട് നിൽക്കുവാണ്. ഭയങ്കര ടെൻഷനാണ്, വിഷമത്തിലാണ്. കാരണം കമല എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവൻ്റെ പാതി തന്നെയാണ്. അപ്പോൾ അത്രയ്ക്കും ആത്മാർത്ഥമായിട്ടാണ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ. അപ്പോൾ നന്ദിനി അടുത്ത് പറയുന്നുണ്ട്, നീ പറയുന്ന അവളുണ്ടല്ലോ, അന്ന് ആ ഒരു ലോൺ അടയ്ക്കാൻ പറ്റാൻ നിങ്ങളെല്ലാം കൂടെ ക്യാഷ് കൊടുത്ത സമയത്ത് അത്രയും വിഷയമായി. അപ്പോൾ നിങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവൾ പറഞ്ഞത്, പക്ഷേ ആരെയും ഇറക്കി വിടരുത്, എല്ലാവരും ഇവിടെ തന്നെ നിർത്തണം, കാരണം നമുക്ക് ഒരുമിച്ച് നിർത്താം, അവരൊരു കാരണവശാലും ഇറക്കി വിടരുത്, അങ്ങനെയാണ് അവൾ എന്നോട് പറഞ്ഞതെന്നൊക്കെ മാഷ് അവളെയാണ് നീ ഇങ്ങനെ പറയുന്നതൊക്കെ മാഷ് ഒരുപാട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഹൃദയഭേദകമായ രംഗങ്ങളൊക്കെയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ACP ഭാര്യ ആ രാധയ്ക്ക് ഭയങ്കര സീരിയസ് ആണ്, എന്തോ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കണ്ടീഷൻ വളരെ മോശമാണ്. ആ അമ്മ രണ്ടിൻ്റെ അമ്മയും ഭയങ്കര വിഷമത്തിലാണ്. ഇടയ്ക്ക് വേദയെ വന്ന് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വേദയും സമാധാനിപ്പിക്കുന്നുണ്ട്. വേദ എങ്ങനെ അവിടെ വന്ന് അമ്മയ്ക്ക് ഒരു തണലായിട്ട് അവിടെ നിൽക്കുവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ തരുണ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തൊട്ടടുത്തൊരു ഹനുമാൻ കോവിലുണ്ട്. അവിടെ രാധയ്ക്ക് ഭയങ്കര വിശ്വാസമുള്ള അമ്പലമാണ്, അവിടെ പോയി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത് നല്ലതാണെന്ന് സിസ്റ്റർ കൂടി പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണം, ആ ഒരു ചാൻസിൽ കിട്ടിയാലും, അതും വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് വേദ അടിക്കുന്ന സമയത്ത് തന്നെ സിസ്റ്റർ എന്ന് പറയുന്നുണ്ട്, വേദ പോയി കിടന്നോളൂ. അപ്പം തന്നെ വേദയ്ക്കും പെയിൻ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് രാധയ്ക്കും പെയിൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡെലിവറിയും ഒരുമിച്ച്
കണ്ടീഷനിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ വളരെ മോശം കണ്ടീഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ വേദയുടെ കുഞ്ഞിനെ ആ ഒരു തരുണും അമ്മയും കൂടെ ചേർന്ന് കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഏറ്റെടുക്കാം, അങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ. അതുപോലെ ഇവർ വന്ന് ശ്രീകാന്തിൻ്റെ ആൾക്കാർ വന്ന് അന്വേഷിക്കുമ്പോൾ ഈ കുട്ടി ജനിച്ചിട്ടില്ല, അല്ലെങ്കിൽ ജീവനോടെ ഇല്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഇനിയിപ്പോൾ കിട്ടാനായിട്ട് പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള വളരെ ആകാംക്ഷാഭരിതമായ നിമിഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പത്രത്തിൽ നമുക്കിനിയിപ്പോൾ കാണാനായിട്ട് വരുന്നത്. അതുപോലെ കമലയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. അപ്പോൾ ഒരുപാട് ദുർഘടം നിറഞ്ഞ ഒരു അവസ്ഥയിലൂടെയാണ് പവിത്രം കടന്നു പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.